ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ കിരീട നേട്ടത്തിന്റെ ആഹ്ലാദത്തിൽ പ്രവാസികൾ. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ആരാധകരെ സാക്ഷി നിർത്തിയായിരുന്നു ഇന്ത്യയുടെ കിരീടധാരണം. ഇന്ത്യയിൽ നിന്നടക്കം നിരവധി പേർ കളി കാണാനെത്തി. ഷിൻസ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് ഇന്ത്യ. സ്വന്തം മാതൃരാജ്യത്തെ സപ്പോർട്ട് ചെയ്യാനായി ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയത് പതിനായിരങ്ങളാണ്. സൂപ്പർ മാച്ച്, അടിപൊളി, നെയിൽ ബൈറ്റിംഗ്, എക്സൈറ്റിംഗ്, ചലിച്ച് ഞങ്ങളുടെ തൊണ്ട പോയിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് അമേസിംഗ്, ടോട്ടലി വർത്ത് ഇറ്റ്. രോഹിത് ശർമ്മ കിൽഡ് ഇറ്റ് ആസ് ഓൾവേസ്. പിന്നെ നമ്മുടെ വിരാട് കോഹ്ലി എന്തോ സംഭവിച്ചില്ല, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. ഇറ്റ് ഓൾ വർക്ക്ഡ് ഔട്ട് ഇൻ ദി എൻഡ് and yeah, it was great, super. I came from Kuwait especially to watch the match and I'm so happy that I came. We are the champions. With the champions, India. We are the winners. A very well deserved win. ഗാലറി ഇന്ത്യൻ ആരാധകരാൽ നിറഞ്ഞിരുന്നു. വിരലെണ്ണാവുന്ന ന്യൂസിലാൻഡ് ആരാധകർ മാത്രമാണ് കളി കാണാൻ എത്തിയത്. Now we're feeling a little bit sad. But we were pleased to be there. So and the atmosphere was very good in the stadium. കളിയിലെ ചില നിമിഷങ്ങൾ ആരാധകർക്ക് ടെൻഷൻ സമ്മാനിച്ചു. ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങിയപ്പോഴത്തേക്ക് സ്റ്റേഡിയം വേറെ ലെവലായി. കോഹ്ലി പോയപ്പോൾ ഒന്ന് പേടിച്ചു. കിടിലൻ എക്സ്പീരിയൻസ്. അത് ഭാഗ്യം, വെതർ നല്ലായിരുന്നു, സുഖം. ഫൈനൽ മത്സരവും കഴിഞ്ഞ് ഇന്ത്യയുടെ കിരീടധാരണവും കണ്ടാണ് ഓരോ ആരാധകരും ഇവിടെ നിന്ന് മടങ്ങിയത്. അയ്യോ, അത് അൺബിലീവബിൾ ആയിരുന്നു. ഞങ്ങൾ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു സുഖമുള്ള നിമിഷം തന്നെ പറയില്ല, അതായിരുന്നു നമ്മൾ ഉണ്ടായത്. ഇത്രയും നല്ലൊരു നിമിഷം എനിക്ക് കിട്ടാനില്ല ജീവിതത്തിൽ. അത് ഞങ്ങൾ ദുബായിൽ വന്നിട്ട് പിന്നെ ഫസ്റ്റ് ടൈമിൽ കളി കാണാൻ വരുന്നു, കളി കണ്ടിട്ട് ഇന്ത്യ കപ്പെടുക്കുന്നു. അൺബിലീവബിൾ. ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ഇന്ത്യക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻസ് സെബാസ്റ്റ്യൻ, ജനം.